ഹായ് ഫ്രണ്ട്സ്, ലോയിങ് ഓൺലൈൻ പി എസ് സി കോച്ചിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. എൻ്റെ പേര് നിഷാം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് LDC ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ അതൊരു മോഡലായിട്ട് നമ്മളെടുത്ത് ആ റൂള് നമ്മൾ മനസ്സിലാക്കുക. അതായത് മോഡൽ പി എസ് സി ഒരിക്കലും റൂള് മാറ്റാൻ പറ്റില്ല. പി എസ് സിക്ക് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കോണ്ടെക്സ്റ്റേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റൂളിൻ്റെ അകത്ത് തന്നെ പി എസ് സി ചോദിക്കുകയുള്ളൂ. അപ്പോൾ കോണ്ടെക്സ്റ്റ് മാറും എന്നുള്ളതുള്ളൂ. റൂൾ അറിയാമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ ക്ലാസ് ഫോളോ ചെയ്ത് ഇതിൻ്റെ റൂൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക. വരുന്ന പി എസ് സിക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10,000 rupees ഡാഷ് എ ലാർജ് സം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 6, ഓപ്ഷൻ ബി ഈസ്, ഓപ്ഷൻ സി വാസ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഹാസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. ഇതിന് ചേർന്ന ഓക്സിലറി വെർബ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. 10,000 rupees എന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, നോർമൽ ആയിട്ടുള്ള ഒരാൾ നോക്കി കഴിയുമ്പോൾ 10,000 rupees 10,000 rupees എന്ന് പറയുമ്പോൾ തന്നെ സബ്ജക്റ്റ് എന്താണ്, സബ്ജക്റ്റ് പ്ലൂറലാണ്. നോർമലായിട്ടുള്ള ഒരാൾ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഓക്സിലറി എന്തേ വരുള്ളൂ, പ്ലൂറലേ വരുള്ളൂ എന്ന് അവർ ധരിക്കും. ഓപ്ഷനിലായിട്ട് നോക്കുമ്പം ഫസ്റ്റ് ഓപ്ഷൻ 6 കിടപ്പുണ്ട്. പ്ലൂറലായിട്ടുള്ള ഓക്സിലറി വെർബായിട്ടുള്ള 6 ചൂസ് ചെയ്യും. പക്ഷേ ഉത്തരം തെറ്റിപ്പോകും. അപ്പം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് മണി, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ട്രാവൽഡ്, എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ക്വാണ്ടിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ക്വാണ്ടിറ്റി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അതാണ് റൂൾ. എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ടൈം, ക്വാണ്ടിറ്റി. എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ടൈം, ക്വാണ്ടിറ്റി ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള വാക്കുകൾ കൂട്ടി സബ്ജക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ അത് പ്ലൂറലായിട്ട് തോന്നുമെങ്കിലും അത്തരത്തിലുള്ള വാക്കുകൾ കൂട്ടിയുള്ള സബ്ജക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ അതിൻ്റെ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ, 10,000 rupees എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് മണിയാണ് കാണിക്കുന്നത്. എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്നത് പ്ലൂറലാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ കൂടെ ചേർന്ന് പോകേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി വെർബാണ്. നമ്മുടെ ഓപ്ഷനിൽ ഈസ് ഉണ്ട്. ഈസ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഈസ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ ഓർത്തോളം, എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്നതും എമൗണ്ട് ഓഫ് മണി, അതുപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ്, എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ് ട്രാവൽഡ്, അതുപോലെ എന്താണ് ടൈം, എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ടൈം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ടൈം, പിന്നെന്താണ് ക്വാണ്ടിറ്റിയും കൂടെ ഉണ്ട് കേട്ടോ. ക്വാണ്ടിറ്റി, എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ടൈം, ക്വാണ്ടിറ്റി. എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ടൈം, ക്വാണ്ടിറ്റി ഇത്തരത്തിലുള്ള സബ്ജക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഇവിടെ 10,000 rupees എന്ന് പറയുന്നത് എന്താണ്, എമൗണ്ട് ഓഫ് മണിയാണ്. അപ്പോൾ അത് പ്ലൂറലാണെന്ന് നമുക്ക് വായിക്കുമ്പോൾ തോന്നുമെങ്കിലും അല്ല. അതിൻ്റെ നമ്മുടെ റൂൾ അനുസരിച്ച് എന്താണ്, എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിലറി വെർബ് എപ്പോഴും എന്തായിരിക്കും, ഈസ് എന്ന് പറയുന്ന സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഓർത്തോണം, എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ടൈം, പിന്നെന്താണ് ക്വാണ്ടിറ്റിയും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത്രയും കാര്യങ്ങൾ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അടുത്ത, നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അറിയാം, ഡിഡ് ദേ, ഓപ്ഷൻ എ, ഡോണ്ട് ദേ, ഓപ്ഷൻ ബി ഡിഡിൻ ദേ, ഓപ്ഷൻ സി ഡു ദേ, ഓപ്ഷൻ ഡി. അപ്പോൾ നമുക്ക് നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണത്, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന നമ്മുടെ ഇംഗ്ലീഷിലെ സിലബസിലെ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള റൂൾ ഉണ്ട്. എന്താണ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ്, ഓക്സിലറി വെർബ് പിക്ക് ചെയ്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്. ഓക്സിലറി വെർബും സബ്ജക്റ്റിൻ്റെ പ്രൊനൗണും പിക്ക് ചെയ്താണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്. മെയിൻ ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് സെൻറ്റൻസ് എങ്കിൽ പോസിറ്റീവ് ടാഗ് ആയിരിക്കും. ഓക്സിലറി വെർബ് ചൂസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് സബ്ജക്റ്റിൻ്റെ പ്രൊനൗൺ എഴുതുന്നു, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്നു, നെഗറ്റീവ് സെൻറ്റൻസ് വന്നിട്ടുണ്ട് പോസിറ്റീവ് ടാഗ് എഴുതുന്നു, പോസിറ്റീവ് സെൻറ്റൻസ് വന്നിട്ടുണ്ട് നെഗറ്റീവ് ടാഗ് എഴുതുന്നു. നമുക്കിവിടെ നോക്കാം, നൺ ഓഫ് ദം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. നൺ ഓഫ് ദം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അറ്റൻഡഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ നമ്മൾ ഓക്സിലറി വെർബിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞാണ്. ഓക്സിലറി വെർബ്
ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വെർബിൽ നിന്ന് ഓക്സിലറി വെർബിനെ പിരിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ നൺ ഓഫ് ദം എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, അറ്റൻഡൻ്റ് എന്ന് പറയുന്ന വെർബ് ഉണ്ട്, ദ ഫംഗ്ഷൻ. സെൻറ്റൻസ് നോക്കുന്നു, സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നണ്ണ് കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് സെൻറ്റൻസ് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ എന്തായിരിക്കും, പോസിറ്റീവ് ടാഗേ വരുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് രണ്ട് ഓപ്ഷൻ അങ്ങ് വെട്ടിക്കളയാം. ഡോണ്ടേയും ഡിഡിൻ്റെയും ഇത് രണ്ടും എന്താണ്, നെഗറ്റീവ് ടാഗാണ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണ്, എന്തേ വരുള്ളൂ, പോസിറ്റീവ് ടാഗ് ആവും. പിന്നെ പോയിട്ട് ഡിഡേയും ഉണ്ട്, ഡൂതേയും ഉണ്ട്. അറ്റൻഡൻ്റ് എന്ന് പറയുന്ന വെർബാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ നമ്മൾ ഓക്സിലറി വെർബാണ് ചൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇവിടെ എന്താണ്, വെർബേ തന്നിട്ടുള്ളൂ, അറ്റൻഡൻ്റ് എന്ന് പറയുന്ന വെർബ്. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമ്മൾ വെർബിനെ ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്ന ഫോമിലോട്ട് മാറ്റുവാണ്. വെർബിനെ ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്ന ഫോമിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കും അറ്റൻഡൻ്റ് എന്ന് പറയുന്നത് ഡു, ഡസ്, ഡിഡിൻ്റെ ഏത് ഫോമാണ്, ഡിഡ് ഫോമാണ്, ഡിഡ് ഫോം. അപ്പോൾ നമ്മൾ ഓക്സിലറി അവിടെ നിന്ന് ചൂസ് ചെയ്തു. അതായത് നമുക്ക് തന്നിരിക്കുന്ന മെയിൻ വെർബിൽ നിന്ന് നമ്മൾ ഓക്സിലറി പിരിച്ചെടുത്തു. അറ്റൻഡൻ്റ് എന്ന് പറയുന്നത് ഡിഡ് ആണ്. അപ്പോൾ ഡിഡ് ചേർത്തേ ക്വസ്റ്റ്യൻ ടാഗ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നണ്ണെന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡിഡിനെ നെഗറ്റീവ് ആക്കേണ്ട കാര്യമില്ല, ഡിഡ് എന്ന് തന്നെ എടുത്താൽ മതി. നൺ ഓഫ് ദം എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രോനൗൺ, നൺ ഓഫ് ദം എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രോനൗൺ എന്താണ്, ദേ ആണ്. അപ്പോൾ എന്താണ്, ഓപ്ഷൻ എ ഡിഡ് ദേ. ഓപ്ഷൻ എ ഡിഡ് ദേ ആണ്. നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ, കോമ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് ചോദിച്ചിരിക്കുന്നു. നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ ഡിഡ് ദേ, ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം. ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം. ഓപ്ഷൻ എ വാസ്, ഓപ്ഷൻ ബി ഈസ്, ഓപ്ഷൻ സി ഹാവ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ്, ഡു. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺകോഡ് എന്ന് പറയുന്ന നമ്മുടെ സിലബസിലെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു വന്ന ക്വസ്റ്റ്യൻ ആണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺകോഡ്. ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഐദർ ഓർ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്യുമ്പോൾ, ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഐദർ ഓർ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചേ വെർബ് വരികയുള്ളൂ. ഐദർ ഓർ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്യുമ്പം രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് ഇവിടെ വെർബ് വരുള്ളൂ. ഐദർ രാജേഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, ഓർ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പം ഐദർ ഓറിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഐദർ ഓർ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് വരുള്ളൂ. ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിസ് ഫ്രണ്ട്സ് ആണ്. ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സിംഗുലറോ പ്ലൂറലോ നോക്കും. ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്, പ്ലൂറലാണ്. പ്ലൂറൽ ആയതുകൊണ്ട് ഏത് വന്നു, വാസ്, ഈസ്, ഹാവ്, ഡു. ഇതിൻ്റെ അകത്ത് പ്ലൂറൽ വെർബിൻ്റെ കൂടെ പോകുന്ന അല്ലെ പ്ലൂറൽ വെർബായിട്ടുള്ള അല്ലെ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ പോകുന്ന ഓക്സിലറി വെർബ് ഒരെണ്ണേ ഉള്ളൂ. ഏതാണ്, ഹാവ് ആണ്. ഹാവ്. അപ്പം ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാവ് കം ആണ്. അപ്പോൾ ഓർത്തോണം, ഐദർ ഓർ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പം രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് വരികയുള്ളൂ. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ്, രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, ഹിസ് ഫ്രണ്ട്സ്. അപ്പം അതിൻ്റെ ഓക്സിലറി വരുന്നത് പ്ലൂറൽ ആയിട്ടുള്ള ഓക്സിലറിയാണ്, എന്താണ്, ഹാവ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹാഡ് ഐ നോൺ ദിസ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഹാഡ് ഐ നോൺ ദിസ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ ഐ വുഡ് കീപ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്, ഐ വുഡ് ഹാവ് കീപ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്, ഐ വിൽ ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്, ഐ വുഡ് ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്. അപ്പം നമ്മൾ ഈഫ് ക്ലോസിൻ്റെ ഒരു റൂൾ പഠിച്ചായിരുന്നു. ഈഫ് ക്ലോസിൽ 3 കേസുകളിൽ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, ആ റൂൾ തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്താണ്, ഹാഡ് ഐ നോൺ ദിസ് എന്ന് പറയുമ്പോൾ ഇത് ഏത് ടെൻസി വരുന്നു? ഹാഡ് ഐ നോൺ ദിസ് എന്ന് പറയുമ്പോൾ എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻറ്റൻസിൻ്റെ ബാക്കി ഫോം വരേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ ഓർത്തോണം, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് അത് ഈഫ് ക്ലോസിലും ഉപയോഗിക്കുന്നുണ്ട്, നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ അല്ലെങ്കിൽ ഈഫ് ക്ലോസിലൊക്കെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്റൻസിൻ്റെ ബാക്കി ഭാഗം ഫില്ല് ചെയ്യുന്നതെന്ന് പറയുന്നത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പോൾ ഓർത്താൽ മതി, പാസ്റ്റ് പെർഫെക്റ്റ് വന്നു കഴിഞ്ഞാൽ ഹാവ് പ്ലസ് V3 ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ ഓർക്കുക, വുഡ്, ഷുഡ്, ഗുഡ്, മൈറ്റ്, ഹാവ് പ്ലസ് V3. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഐ വുഡ് കീപ്പ് അല്ല, ഐ വുഡ് ഹാവ് കീപ്പ് അല്ല, ഐ വിൽ ഹാവ് കെപ്റ്റ് അല്ല, ഇവിടെ വില്ലാണ് വന്നത്. ഐ വുഡ് ഹാവ് കെപ്റ്റ്, ഹാവ് പ്ലസ് V3, വുഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണോ, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ.
ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷീ സിറ്റ്സ് ഡാഷ് ആൻഡ് ആം ചെയർ. ഷീ സിറ്റ്സ് ഡാഷ് ആൻഡ് ആം ചെയർ. ഇത് പ്രിപ്പോസിഷൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഷീ സിറ്റ്സ് ഡാഷ് ആൻഡ് ആം ചെയർ. ഓൺ, അണ്ടർ, വിത്ത്, ഇൻ. 4 ഓപ്ഷൻ ഉണ്ട്. ഓൺ, അണ്ടർ, വിത്ത്, ഇൻ. അപ്പോൾ ഷീ സിറ്റ്സ് എന്നൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ഓൺ ഇട്ടിട്ടുമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഓൺ എഴുതും. പക്ഷെ ഓൺ അല്ല. എന്തുകൊണ്ട്? ഷീ സിറ്റ്സ് ഓൺ എ ചെയർ എന്നൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഓൺ എഴുതായിരുന്നു. ഇവിടെ ആം ചെയർ എന്ന് വന്നിട്ടുണ്ട്. ആം ചെയർ എന്ന് പറയുന്നത് നമുക്ക് ആം റെസ്റ്റ് ഉള്ള ചെയറാണ്. അത് നമുക്ക് കൈ വെക്കാവുന്ന ചെയർ. അപ്പം ആം ചെയർ എന്ന് വന്നുകൊണ്ട് എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എന്താണ്? ഇന്നാണ്. വെറും ചെയർ ആണെങ്കിൽ എന്തായിരുന്നു? ഓൺ ശരിയായിരുന്നു. അപ്പം ആം എന്ന് പറയുന്നത് നമ്മൾ ആ കൈ വെക്കുന്ന അല്ലെങ്കിൽ ഹാൻഡ് റെസ്റ്റിൻ്റെ അകത്ത് നമ്മൾ വരുന്നതുകൊണ്ട് ഇന്ന് വന്നു. അതുകൊണ്ട് ഇന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് ഇവിടെ കൂടുതലായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. വെറും ചെയർ ആയിരുന്നെങ്കിൽ നമുക്ക് ഓൺ ചെയർ എന്നൊക്കെ വേണേൽ പറയാമായിരുന്നു. അപ്പം ഇൻ ചെയർ ആണ്. ഷീ സിറ്റ്സ് ഇൻ ആൻഡ് ആം ചെയർ. അപ്പം നമ്മൾ എന്നിട്ട് 4 ക്വസ്റ്റ്യൻ ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്, ഡിസ്കസ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. 10,000 rupees നമ്മളിവിടെ പറഞ്ഞായിരുന്നു. എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ടൈം, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി. ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓക്സിലറി വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അത് ഓർത്തണം. എമൗണ്ട് ഓഫ് മണി, ഡിസ്റ്റൻസ് ട്രാവൽഡ്, ക്വാണ്ടിറ്റി, ടൈം, ഇത്തരത്തിലുള്ള സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വായനയിലോ അല്ല കാഴ്ചയിലോ നമുക്ക് തോന്നും അത് പ്ലൂറലാണെന്ന്. പക്ഷേ എന്തായിരിക്കും? അതിനെ നമ്മൾ സിംഗുലർ ആയിട്ടെടുത്ത് അതിനെന്തായിരിക്കും വരിക? സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി വെർബാണ് നമ്മൾ ചേർക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ റൂളെല്ലാം നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ആണ് നെഗറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എപ്പോഴും എഴുതുന്നത് എങ്ങനെയായിരിക്കും? ഓക്സിലറി വെർബ് പിക്ക് ചെയ്തിട്ട് സബ്ജക്റ്റിൻ്റെ പ്രോണോൺ കൂടി ചേർത്തായിരിക്കും എഴുതുക. ഇവിടെ നമുക്ക് ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് ഇല്ല, സെൻറ്റൻസ് നെഗറ്റീവുമാണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് ആണ് വരേണ്ടത്. ഓക്സിലറി വെർബ് ഇല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യും? മെയിൻ വെർബിൻ്റെ അകത്ത് നിന്ന് ഓക്സിലറി വെർബ് ഡു, ഡസ്, ഡിഡിൻ്റെ ഫോമിലായിട്ട് നമ്മൾ മാറ്റിയെടുക്കും. ഇവിടെ അറ്റൻഡ് എന്ന് പറയുന്നത് വായിക്കുമ്പോൾ തന്നെ നമുക്കല്ല കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ് ഡിഡ് ഫോമാണ്. അതുകൊണ്ട് തന്നെ ഡിഡ് ആണ്. അതുപോലെ തന്നെ നൺ ഓഫ് ദം എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രോണൗൺ ദേ ആണ്. അതുകൊണ്ട് ഡിഡ് ദേ. അടുത്ത ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം ആണ്. ഐദർ ഓർ വെച്ച്. അപ്പോൾ ഇത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. അല്ല കോൺകോഡ് എന്ന് പറയുന്ന നമ്മുടെ സിലബസിലെ ടോപ്പിക്കിൻ്റെ അകത്തുള്ളതാണ്. ഇംഗ്ലീഷ് സിലബസിലെ ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഐദർ രാജേഷ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് കം എന്ന് പറയുമ്പം ഐദർ ഓർ വെച്ച് 2 സബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വെർബ്. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, സിംഗുലർ വെർബും. പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബും. ഇവിടെ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് വന്നു. അടുത്ത ഹാഡ് ഐ നോൺ ദിസ്. നമ്മളറിയാം നമുക്ക് ഈഫ് ചേർത്ത് വരുന്ന സെൻറ്റൻസിൻ്റെ റൂൾ തന്നെയാണ് ഇതിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാഡ് ഐ നോൺ ദിസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്കറിയാം ഈഫ് ക്ലോസ് ഒക്കെ വരുമ്പോൾ 3 ടൈപ്പ് സെൻറ്റൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നു. ഹാഡ് പ്ലസ് V3 വന്നുകൊണ്ട് അപ്പോൾ നമുക്കറിയാം അതെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് വന്നു കഴിഞ്ഞാൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഓക്കെ. അപ്പോൾ അവിടെ എന്താണ്? ഐ വുഡ് ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ് ആണ്. പിന്നെ ഷീ സിറ്റ്സ് ഡാഷ് ആൻഡ് ആം ചെയർ എന്ന് പറയുന്നത് ആം ചെയർ ഉള്ളതല്ല, ആം റെസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ ഇന്നാണ്. നോർമലായിട്ട് ചോദിച്ചായിരുന്നെങ്കിൽ ചെയർ എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഓൺ ആയിരിക്കും. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം.